Question: Find the mean and variance of first n natural numbers. അപ്പോൾ നമ്മളിവിടെ നമ്മളുടെ എക്സ് ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് 1, 2, 3, 4 എക്സെട്ര അപ് ടു n. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സാണ് ഇവിടെ നമ്മളുടെ എക്സ് വാല്യൂസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അവരുടെ എർത്തമാറ്റിക് മീൻ കണ്ടുപിടിക്കാം. അവരുടെ എർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ബൈ എൻ. എക്സുകളുടെ സമ്മ അതിനെ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു സമ്മേഷൻ എക്സ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് എൻ എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഈ ബ്രാക്കറ്റിൽ വന്ന സമ്മിൻ്റെ സ്ഥാനത്ത് എന്തെഴുതാം? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് നമ്മൾ എഴുതുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പം ഈ എന്നും ക്യാൻസലായിപ്പോയി അല്ലേ. അപ്പോൾ ബാക്കി എന്താ ഉണ്ടാവുക? ദിസ് ഇസ് ഈക്വൽ ടു എൻ പ്ലസ് 1 ബൈ 2. അപ്പോൾ എക്സ് ബാർ ദറ്റ് ഇസ് മീൻ ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് ഇസ് എൻ പ്ലസ് 1 ബൈ 2 എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ വേരിയൻസ് എന്താ കിട്ടുന്നത് നോക്കാം. അപ്പോൾ വേരിയൻസ് കാണാം. വേരിയൻസ് സിഗ്മ സ്ക്വയർ അല്ലേ. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയറിന് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്ന ഫോർമുല സമ്മേഷൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുലയാണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് എക്സ് ബാർ സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു ഈ സമ്മേഷൻ എക്സ് സ്ക്വയർ. എക്സുകൾ എന്ന് പറഞ്ഞാൽ 1, 2, 3 അപ് ടു എൻ ആണ്. അവരുടെ സ്ക്വയറുകളുടെ സമ്മാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതായത് ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ സ്ക്വയർ എന്ന് എഴുതുന്നു മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചതുണ്ട് എൻ പ്ലസ് 1 ബൈ 2. അതിൻ്റെ സ്ക്വയറാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പിന്നെ നമുക്ക് വേണ്ടത് ഈ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നാണ്. സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സ് എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എടുത്തിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ദറ്റ് ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് ആൻഡ് നാച്ചുറൽ നമ്പേഴ്സ് മൈനസ് ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ക്വയർ ആക്കാം അല്ലേ. ഇപ്പോൾ എൻ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ ദറ്റ് ഈസ് 4. ഇങ്ങനെ നമുക്കിവിടെ എഴുതാം. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു അപ്പോൾ ഇവിടെ നോക്കുമ്പം ഈ എന്നും ഇവിടെയുള്ള ഈ എന്നും ക്യാൻസലായിപ്പോയി. അപ്പോൾ ബാക്കി ഇവിടെ എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ആണുള്ളത്. അതിന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എൻ കൊണ്ട് ആദ്യം ഈ രണ്ട് ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം എൻ ഇൻറ്റു 2n സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു 1 എൻ. പിന്നെ ഇനി 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 2n 1 ഇൻറ്റു 1 പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് വന്നിരിക്കുന്നു മൈനസ് ഇതിന് നമുക്ക് സ്ക്വയർ ചെയ്യാം. എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 4 ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇതിനിവിടെ എന്നും 2n ഉണ്ട് അല്ലേ. അതിന് നമുക്ക് 3n എഴുതാം. അപ്പം 2n സ്ക്വയർ പ്ലസ് 3n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 മൈനസ് ഇത് അതേപോലെ തന്നെ എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4. ഇനി നമുക്ക് ഇവരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 4 കൊണ്ട് ഈ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 8n സ്ക്വയർ പ്ലസ് 12n പ്ലസ് 4 മൈനസ് 6 കൊണ്ട് ഈ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഒരു മൈനസ് കൂടി ഉണ്ട് അല്ലേ. അപ്പം -6n സ്ക്വയർ
മൈനസ് 6 ഇൻറ്റു 2n, അപ്പം മൈനസ് 12n പ്ലസ് 6 ആണ്, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് 6 എന്ന് വരുന്നു, ഹോൾ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4 ദറ്റ് ഈസ് 24. ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയുള്ളൊരു 12n പ്ലസ് 12n ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 12n ഉണ്ട്, അത് ക്യാൻസലായിപ്പോയി. പിന്നെ 8n സ്ക്വയർ മൈനസ് 6n സ്ക്വയർ ആണുള്ളത്, ദറ്റ് ഈസ് ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 4ഉം മൈനസ് 6ഉം ഉണ്ട്, അപ്പോൾ മൈനസ് 2 ഡിവൈഡഡ് ബൈ 24 ഇങ്ങനെ വരുന്നു. ഇതിന്ന് നമുക്ക് 2 ക്യാൻസൽ ചെയ്യാമല്ലോ, അപ്പോൾ 2 ക്യാൻസൽ ചെയ്താൽ n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് കിട്ടും. അപ്പോൾ ദിസ് ഈസ് ദ സം ഓഫ് ദിസ് ഈസ് ദ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, n സ്ക്വയർ മൈനസ് 1 ബൈ 12. അടുത്ത ക്വസ്റ്റ്യൻ, വേരിയൻസ് ഓഫ് എ സെറ്റ് ഓഫ് n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് 14, ഫൈൻഡ് n. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ സമ്മ് 14 എന്നാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ സം ഓഫ് വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ്, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്, n സ്ക്വയർ മൈനസ് n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ദിസ് ഇസ് എ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. അതുതന്നെയാണ് ഏത് കോൺസിക്യൂട്ടീവായിട്ടുള്ള n നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും നമുക്ക് വരിക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പം വേരിയൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇപ്പം കുറച്ച് വാല്യൂസ് ഉണ്ട്, ഇപ്പോൾ x1 x2 എക്സെട്ര xn എന്ന് പറഞ്ഞ കുറച്ച് വാല്യൂസ് ഉണ്ട്. ഇവരുടെ വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും. ഇതേപോലെ ഇവരോടൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ അതായത് ഇപ്പം x1 പ്ലസ് എ, x2 പ്ലസ് എ എക്സെട്ര xn പ്ലസ് എ എന്ന് നമ്മൾ ആഡ് ചെയ്താലും ഇവരുടെ വേരിയൻസിന് ഒരു മാറ്റം വരില്ല. വേരിയൻസ് എന്ത് തന്നെയായിരിക്കും, സിഗ്മ സ്ക്വയർ തന്നെയായിരിക്കും. അതായത് ഒരു നമ്പർ ഒരു സെയിം നമ്പർ എല്ലാ വേരിയബിൾസിനോട് ആഡ് ചെയ്താലും വേരിയൻസിന് ഒരു മാറ്റം വരില്ല. അത് ഇവിടെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസ് ആണ് നമ്മൾ n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് എഴുതിയത്. ഇപ്പോൾ നമുക്ക് ഇതിന് പകരം ഏത് കോൺസിക്യൂട്ടീവായിട്ടുള്ള n നമ്പേഴ്സ് എടുത്താലും, ഇപ്പോൾ ഞാൻ എടുക്കുന്ന നമ്പേഴ്സ് ചിലപ്പം 21 22 എക്സെട്ര അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത്, ഈ ഓരോ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ൻ്റെ കൂടെ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റ് 20 ആഡ് ചെയ്തതാണ്, 2ൻ്റെ കൂടെ 20 ആഡ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇവരുടെ വേരിയൻസിനും യാതൊരു മാറ്റവും വരില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഏത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പറഞ്ഞാലും അവരുടെ വേരിയൻസ് എന്തെന്ന് പറയാം, n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് പറയും. അപ്പോൾ ഇവിടെ n കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ വേരിയൻസ് 14 എന്ന് തന്നിട്ടുണ്ട്. അതായത് n സ്ക്വയർ മൈനസ് 1 ബൈ 12 എന്ന് പറഞ്ഞാൽ നമുക്ക് 14 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് n, ഇതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് n സ്ക്വയർ മൈനസ് 1 എടുക്കാം, ദറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു 14 അല്ലേ, വിച്ച് ഇസ് 168 എന്ന് വരും. n square minus 1 is equal to 168. But therefore, what is n square? n square is equal to 168 plus 1, which is equal to 169, and n is equal to root of 169. അതിൽ നമ്മൾ പ്ലസ് 13 എടുക്കുന്നു, കാരണം എന്ന് പറഞ്ഞാൽ നമ്പർ ആണല്ലോ. അപ്പം n is equal to 13. അപ്പോൾ 13 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ വേരിയൻസ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 14 ഇവിടെ കിട്ടുന്നത്. Question, find the mean and variance of first n odd numbers. അപ്പോൾ ഇവിടുത്തെ n odd നമ്പേഴ്സിൻ്റെ മീനും വേരിയൻസും, ഇപ്പോൾ ഫസ്റ്റ് n odd നമ്പേഴ്സാണ് നമ്മൾ x ആയിട്ട് എടുക്കുന്നത്. ഫസ്റ്റ് n odd നമ്പേഴ്സ് പറഞ്ഞാൽ 1 3 5 7 എക്സെട്ര. nth odd നമ്പർ എന്ന് പറഞ്ഞാൽ 2n മൈനസ് 1 എന്നാണ് വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് n odd നമ്പേഴ്സ്. ഇവരുടെ മീനാണ് ആദ്യം കാണാൻ പോകുന്നത്. അപ്പം മീൻ x bar, their mean x bar is equal to summation x by n അല്ലേ, that is equal to 1 by n into. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സം ഓഫ് ഫസ്റ്റ് n odd നമ്പേഴ്സ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, സം ഓഫ്
ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു n സ്ക്വയർ ആണ്. ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിൻ്റെ സം എപ്പോഴും എന്തായിരിക്കും n സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ സമ്മേഷൻ എക്സ്, ആ സമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്തെഴുതുന്നു, n സ്ക്വയർ എന്നാണ് എഴുതുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു n എന്ന് നമുക്ക് കിട്ടുന്നു അല്ലേ. അടുത്തതായിട്ട് നമുക്ക് ഇവരുടെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേരിയൻസ് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം. നമ്മൾ വേരിയൻസ് എഴുതുന്നു. വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ n മൈനസ് എക്സ് ബാർ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/n ഇൻറ്റു, ഇനി എന്താണ് സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് നമുക്ക് നോക്കാം. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. അപ്പോൾ അതിനുള്ള എക്സ്പ്രഷൻ എന്താ വരുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് ഇസ് ഈക്വൽ ടു 2n-1 ഇൻറ്റു 2n ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6. ഞാൻ ഈ ഫോമിൽ എഴുതിയത് എളുപ്പത്തിൽ ഓർമ്മിക്കാനുള്ള രൂപം എന്നുള്ള രീതിയിലാണ്. വേണിച്ച ഇവിടെ നമുക്ക് 2 ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ n-ഉം ബൈ 3 എന്നൊക്കെ എടുക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും എന്നുള്ള ഇതാണ്. അപ്പോൾ എന്താണ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ് എന്താണ്, നമുക്ക് എങ്ങനെ എഴുതാം, 2n-1 ഇൻറ്റു 2n ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്നു, സമ്മിൻ്റെ സ്ഥാനത്ത് ഞാൻ എഴുതുന്നത് എന്താണ്, 2n-1 ഇൻറ്റു 2n ഇൻറ്റു 2n പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതുന്നു, മൈനസ് എക്സ് ബാർ സ്ക്വയർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമുക്ക് n കിട്ടിയിട്ടുണ്ട്, ഇവിടെ n സ്ക്വയർ എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുമ്പം ഇവിടെ കിടക്കുന്ന ഈ n-ഉം ഈ n-ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ നമുക്ക് ഈ 2-ഉം 6-ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 3 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ്, ഇവിടെ ഇപ്പോൾ 2n-1 ഇൻറ്റു 2n പ്ലസ് 1 ആണുള്ളത്. അതായത് a മൈനസ് ബി ഇൻറ്റു a പ്ലസ് ബി എന്ന രൂപത്തിൽ. അതിന് നമുക്ക് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം. a വന്നത് 2n ആണ്. അപ്പോൾ 2n-ൻ്റെ സ്ക്വയർ 4n സ്ക്വയർ മൈനസ് 1, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അങ്ങനെയാണ് എഴുതിയത്. ദിസ് ഇസ് a മൈനസ് ബി, ദിസ് ഇസ് a പ്ലസ് ബി അല്ലേ, ഡിവൈഡഡ് ബൈ 3 എന്നുണ്ട് ഓൾറെഡി അല്ലേ, മൈനസ് n സ്ക്വയർ എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നു. ദിസ് ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 4n സ്ക്വയർ മൈനസ് 1 മൈനസ് 3n സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, ഇവിടെ 4n സ്ക്വയർ മൈനസ് 3n സ്ക്വയർ ഉണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ദിസ് ഇസ് ദ വേരിയൻസ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ്റ് ഒബ്റ്റെയിൻ ദ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് 100 ഒബ്സർവേഷൻസ് ആസ് 50 and 5 respectively. It was later found that he had wrongly copied down 2 observations as 14 and 16 instead of 40 and 60. Calculate the correct mean and standard deviation. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 100 ഒബ്സർവേഷൻസിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമാണ്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് എഴുതാം. ഇപ്പോൾ നമ്പർ ഓഫ് ഒബ്സർവേഷൻ n is equal to 100 എന്ന് തന്നിട്ടുണ്ട്. അവരുടെ മീൻ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയ മീന് എക്സ് ബാർ കിട്ടിയിരിക്കുന്നത് 50 ആണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിയിരിക്കുന്നത് സിഗ്മ കിട്ടിയിരിക്കുന്നത് 5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെയാണ് ഇവിടെ നമ്മളൊരു കറക്ഷൻ കാണുന്നത്. നമ്മൾ അറിയാതെ 14, 16 എന്ന് പറഞ്ഞ 2 ഒബ്സർവേഷൻസ് ആണ് ഇവിടെ കാൽക്കുലേഷൻസ് എല്ലാം എടുത്തിരിക്കുന്നത് ഇൻസ്റ്റെഡ് ഓഫ് 40 and 60. അപ്പോൾ നമുക്കതിൻ്റെ കറക്ഷൻസ് വരുത്തണം. മീനിലും കറക്ഷൻ വരണം, അതുമാതിരി സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലും കറക്ഷൻ വരുത്തണം അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് വരുത്തുക എന്ന് നോക്കാം. അപ്പോൾ മീനിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക, എർത്തമാറ്റിക് മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മേഷൻ എക്സ് ഒബ്സർവേഷൻ എല്ലാം എടുത്തിട്ട് കൂട്ടിയിട്ടുണ്ടാവും, ഡിവൈഡഡ് ബൈ n എന്ന് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒബ്സർവേഷൻസിനെ കൂട്ടുന്ന ഈ സമ്മേഷൻ എക്സ്, ആ സമ്മിലാണ് നമ്മൾ ആദ്യം കറക്ഷൻ വരുത്തേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് വിചാരിച്ചിട്ട് നമ്മളെ മീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 50 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 50 ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ്, സമ്മ് കണ്ടിട്ട് അതിനെ നമ്പറായിട്ടുള്ള 100 കൊണ്ട്
ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോഴാണ് നമുക്ക് 50 കിട്ടിയത്. ഓർ നമുക്ക് പറയാം ഇവിടുന്ന് നമുക്ക് സമ്മേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു 50 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 5000. അപ്പോൾ ഈ സമ്മിലാണ് നമ്മൾ മിസ്റ്റേക്ക് ആദ്യം തുടങ്ങിയിട്ടുണ്ടാവും. ഈ സമ്മ് ചെയ്തപ്പോഴാണ് നമ്മൾ റോങ് ആയിട്ടുള്ള 14നെയും 16നെയും കൂട്ടിയത്. അപ്പോൾ നമ്മൾ ഈ സമ്മിനെയാണ് ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റഡ് സം എഴുതുന്നു. കറക്റ്റഡ് സമ്മാണ് എഴുതാൻ പോകുന്നത്. കറക്റ്റഡ് സം ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ്, ഓൾറെഡി ഉള്ള സമ്മേഷൻ എക്സ് ദാറ്റ് ഇസ് 5000. 5000ന് നമ്മൾ തെറ്റായിട്ടുള്ള കൂട്ടിയ 14നെയും മൈനസ് ചെയ്യണം, അതേപോലെ 16നെയും മൈനസ് ചെയ്യും. ഇവർ തെറ്റായിട്ട് നമ്മൾ ആഡ് ചെയ്തു പോയ ആളുകളാണ്. പിന്നെ നമ്മൾ കറക്റ്റായ 2 പേര് ഇതിൽ ആഡും ചെയ്യണം. അപ്പോൾ +40 +60. അപ്പോൾ സമ്മിൽ ഇങ്ങനെയാണ് നമ്മൾ കറക്ഷൻ വരുത്തുന്നത്. സമ്മെന്ന് റോങ് ആയി ആഡ് ചെയ്ത് 14നെയും 16നെയും നമ്മൾ സബ്ട്രാക്റ്റ് ചെയ്യുകയും കറക്റ്റായിട്ടുള്ള പുതിയ 2 നമ്പേഴ്സ് അതായത് 40യെയും 60യെയും നമ്മൾ ആഡും ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 5070 ആണ്. നമുക്ക് ചെയ്താൽ കിട്ടുന്നത് 5070. ദിസ് ഇസ് ദ കറക്റ്റഡ് സം. സമ്മിൻ്റെ കറക്ഷൻ ഇതാണ്. അപ്പോൾ ഈ കറക്റ്റഡ് സം വെച്ചിട്ട് നമുക്ക് കറക്റ്റഡ് മീൻ കണ്ടുപിടിക്കാം. അപ്പോൾ ദെർഫോർ കറക്റ്റഡ് മീൻ ദറ്റ് ഈസ് നമുക്ക് എക്സ് ബാർ സി എന്ന് തിരിച്ചറിയാൻ കൊടുക്കും. എക്സ് ബാർ സി ഇസ് ഈക്വൽ ടു കറക്റ്റഡ് സം, അതായത് സമ്മേഷൻ എക്സ് അതിൻ്റെ കറക്റ്റഡ് ആയിട്ടുള്ള ഈ സമ്മിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ കൊണ്ട്. നമ്പറിന് മാറ്റമൊന്നുമില്ല. 2 ഒബ്സർവേഷന് പകരം മറ്റ് 2 ഒബ്സർവേഷൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്പർ n തന്നെയാണ്, 100 തന്നെയാണ്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 5070 ഡിവൈഡഡ് ബൈ 100. Therefore corrected mean is 50.7. കറക്റ്റഡ് മീൻ എത്രയാണ്? 50.7 എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ കറക്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് തെറ്റായ ഒബ്സർവേഷൻസ് ഒക്കെ വെച്ച് കൂട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 55 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു 5 ആണ് തന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വേരിയൻസ് നോക്കാം. അപ്പം വേരിയൻസ് എന്താണ്? തെറ്റായിട്ടുള്ള വേരിയൻസ് ആണ് സിഗ്മ സ്ക്വയർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ ആണ്, ദറ്റ് ഈസ് 25. അപ്പോൾ വേരിയൻസ് 25 എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ഇനി ഇവിടെയാണ് നമുക്ക് കറക്ഷൻ വരുത്തേണ്ടത്. എന്താണ് വേരിയൻസിനുള്ള ഫോർമുല? വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമ്മൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ എൻ ചെയ്യും, മൈനസ് എക്സ് ബാർ സ്ക്വയർ എന്ന് ചെയ്തിട്ടാണ് നമുക്ക് 25 എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് കിട്ടിയത്? വേരിയൻസ് കിട്ടിയിരിക്കുന്നത്. അതായത് 25 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ. സമ്മേഷൻ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുള്ള എല്ലാ എക്സ് വാല്യൂസിനെയും നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് കൂട്ടിയിട്ടുണ്ടാവും, ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്തിട്ടുണ്ടാവും, മൈനസ് എക്സ് ബാർ സ്ക്വയർ. അപ്പോൾ ഈ തെറ്റായത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ബാർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 50 തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ 50 സ്ക്വയർ എന്ന് എടുത്തിട്ടുണ്ടാവും. ഓർ നമുക്കിങ്ങനെ എഴുതാം 25 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 മൈനസ് 50 സ്ക്വയർ ദറ്റ് ഈസ് 2500 അല്ലേ. അതായത് ഇവിടെ നമ്മൾ കറക്ഷൻ വരുത്താൻ പോകുന്നത് ഈ സം ഓഫ് സ്ക്വയേഴ്സിലാണ്. അപ്പോൾ സമ്മേഷൻ എക്സ് സ്ക്വയർ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മൈനസ് 2500നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്ക് 25 പ്ലസ് 2500 ഇസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 എന്ന് കിട്ടി. ഓർ സമ്മേഷൻ എക്സ് സ്ക്വയർ ബൈ 100 ഇസ് ഈക്വൽ ടു 25 പ്ലസ് 2500 ദറ്റ് ഈസ് 2525 എന്ന് വന്നു. ഓർ സമ്മേഷൻ എക്സ് സ്ക്വയർ ദറ്റ് ഈസ് ഈക്വൽ ടു 525 ഇൻറ്റു 100. അപ്പോൾ ഇവിടെ 2 0 കൂടി വന്നു. ഇതാണ് നമ്മളുടെ സം ഓഫ് സ്ക്വയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഏത് വെച്ചിട്ട്? നമ്മളെ തെറ്റായിട്ടുള്ള ഒബ്സർവേഷൻസ് വെച്ചിട്ട്. അപ്പോൾ ഇതിനെയാണ് നമുക്ക് ഇവിടെ ഇനി കറക്റ്റ് ചെയ്യേണ്ടത്. അതായത് തെറ്റായ ഒബ്സർവേഷൻ്റെ സ്ക്വയറുകളെ ഇതിന്ന് മൈനസ് ചെയ്യണം, കറക്റ്റായ ഒബ്സർവേഷൻ്റെ സ്ക്വയറുകളെ ആഡ് ചെയ്യും വേണം അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സമ്മേഷൻ എക്സ് സ്ക്വയർ എന്നുള്ളതിന് നമുക്കിപ്പോൾ കിട്ടിയത് 2500 ഇതാണ് കിട്ടിയത്. ഇതിന്ന് ഞാൻ തെറ്റായ ഒബ്സർവേഷൻസ് സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തത് 14ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും, അതിനെ മൈനസ് ചെയ്തു. അതുമാതിരി 16ൻ്റെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും, അതിനെയും മൈനസ് ചെയ്തു.
ഇനി നമ്മൾ കറക്റ്റായ രണ്ടുപേരുടെ സ്ക്വയറിനെ ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നു. +40² +60² എന്ന് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന കറക്റ്റഡ് മീൻ എന്ന് പറഞ്ഞാൽ 25, 72, 48 ഈ നമ്പറാണ് വരുന്നത്. സമ്മേഷൻ x² കറക്റ്റഡ് ആണ് നമ്മളിവിടെ ചെയ്തത്. കറക്റ്റഡ് ആയിട്ടുള്ള സം ഓഫ് സ്ക്വയർ ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമുക്ക് കറക്റ്റഡ് സം ഓഫ് സ്ക്വയർ കിട്ടി. ഇനി എനിക്ക് കറക്റ്റഡ് ആയിട്ടുള്ള വേരിയൻസ് കാണും. അപ്പം σ² കറക്റ്റഡ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ σ² കറക്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മേഷൻ x², ദറ്റ് ഈസ് കറക്റ്റഡ് ആയിട്ടുള്ള സമ്മേഷൻ x² ഡിവൈഡഡ് ബൈ n മൈനസ് കറക്റ്റഡ് ആയിട്ടുള്ള മീനിൻ്റെ സ്ക്വയർ. ഇത് രണ്ടും ചെയ്താലാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള വേരിയൻസ് കിട്ടുക. ദറ്റ് ഈസ് ഈക്വൽ ടു 25, 72, 48 ദാറ്റ് ഡിവൈഡഡ് ബൈ 100 മൈനസ് കറക്റ്റഡായി നമുക്ക് കിട്ടിയ എക്സ് ബാർ 50.7 ആയിരുന്നു. അതിൻ്റെ സ്ക്വയർ ചെയ്യും. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് കിട്ടാൻ പോകുന്ന കറക്റ്റഡ് വേരിയൻസ് 1.99 എന്ന് പറഞ്ഞ ആൻസറാണ്. ആൻഡ് നമുക്ക് വേണ്ടത് കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് അല്ലേ. അപ്പോൾ കറക്റ്റഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ സി എന്ന് പറയാം. ദറ്റ് ഈസ് റൂട്ട് ഓഫ് വേരിയൻസ്, റൂട്ട് ഓഫ് 1.99. അത് ചെയ്യുമ്പം കിട്ടുന്ന ആൻസർ 1.41. The question: the mean and standard deviation of a group of 100 observations are 65 and 7 respectively. If the 60 of the observations have mean and standard deviation 70 and 3 respectively, what is the standard deviation of the group of remaining 40 observations? അപ്പോൾ ഇവിടെ നമുക്ക് 100 ഒബ്സർവേഷൻസിൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും തന്നിട്ടുണ്ട്. ആൻഡ് ആ കൂട്ടത്തിൽ ആ 100 ഒബ്സർവേഷൻ്റെ കൂട്ടത്തിലുള്ള 60 ഒബ്സർവേഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും 70, 30 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിമൈനിങ് ആയിട്ടുള്ള 40 ഒബ്സർവേഷൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായിരിക്കുമെന്നാണ് അല്ലേ. അപ്പോൾ അതായത് ഇവിടെ നമ്മൾ 100നെ 2 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 60 എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പും 40 എന്ന് പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമ്പൈൻ ഗ്രൂപ്പിൻ്റെ മീനാണ് 65 ആൻഡ് കമ്പൈൻ ഗ്രൂപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 7 എന്ന് തന്നിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ എഴുതുന്നു. നമ്മൾ ആദ്യത്തെ സെറ്റ് ഓഫ് ഒബ്സർവേഷന് n1 ഇസ് ഈക്വൽ ടു 60 എന്ന് തന്നിട്ടുണ്ട്. അതുമാതിരി n2 ഇസ് ഈക്വൽ ടു 40 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ കമ്പൈൻഡ് ഗ്രൂപ്പ് n1 + n2 ആണ് നമുക്ക് 100 എന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കമ്പൈൻഡ് ഗ്രൂപ്പിൻ്റെ മീനാണ്, അതായത് കമ്പൈൻഡ് മീനാണ് നമുക്ക് തന്നിരിക്കുന്നത്. കമ്പൈൻഡ് മീൻ എക്സ് ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു 65 എന്ന് തന്നിരിക്കുന്നു. ആൻഡ് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് നമുക്ക് എന്ത് തന്നിരിക്കുന്നത്, സിഗ്മ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 എന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും തന്നിട്ടുണ്ട്. മാത്രമല്ല ഈ ഗ്രൂപ്പിൽ n1 60 ഒബ്സർവേഷൻസിൻ്റെ മീൻ അതിനെ നമുക്ക് x1 ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. x1 ബാർ എന്ന് പറഞ്ഞത് നമുക്ക് തന്നിരിക്കുന്നത് 70 ആണ്. ആൻഡ് അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമുക്ക് σ1 കൊണ്ട് ഡിനോട്ട് ചെയ്യാം. σ1 ഇസ് ഈക്വൽ ടു 3. അപ്പോൾ നമുക്കിവിടെ അറിയാത്തത് സെക്കൻഡ് ഗ്രൂപ്പായിട്ടുള്ള 40 ഒബ്സർവേഷൻസിൻ്റെ മീൻ x2 ബാർ എന്താണെന്ന് അറിയില്ല. ആൻഡ് അവരുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ σ2 എന്ന് പറയുന്നതും എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഈ കമ്പൈൻ മീനിൻ്റെ ഫോർമുല വെച്ചിട്ട് നമ്മൾ x2 ബാർ കണ്ടുപിടിക്കുന്നു. ആൻഡ് പിന്നെ നമ്മൾ കമ്പൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് σ2ഉം കണ്ടുപിടിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കമ്പൈൻഡ് മീനിൻ്റെ ഫോർമുലയാണ് നോക്കുന്നത്. അപ്പോൾ കമ്പൈൻഡ് മീനിൻ്റെ ഫോർമുല കമ്പൈൻഡ് എർത്തമാറ്റിക് മീൻ, കമ്പൈൻഡ് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു formula is n1 x1 bar plus n2 x2 bar divided by n1 plus n2. ഇതാണ് നമ്മുടെ ഫോർമുല അല്ലേ. അതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കാം. എക്സ് ബാർ കമ്പൈൻ മീൻ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 65. അപ്പോൾ 65 ഇസ് ഈക്വൽ ടു n1 x1 ബാർ. n1 നമ്മൾ എടുത്തിരിക്കുന്നത് 60 ആണ്, ഇൻറ്റു x1 ബാർ അവരുടെ മീന് 70 എന്ന് തന്നിട്ടുണ്ട്, പ്ലസ് n2 ഇസ് 40 അവരുടെ മീനായിട്ടുള്ള x2 ബാർ നമുക്ക് കണ്ടുപിടിക്കണം. x2 ബാർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ദറ്റ് ഈസ് 100. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു
It is 65 is equal to 60 into 70, 4200 plus 40 x2 bar divided by 100. അല്ലെങ്കിൽ നമുക്ക് 65 into 100, 100 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 6500 is equal to 4200 plus 40 x2 bar എന്ന് നമുക്ക് എഴുതാം. Or what is 40 x2 bar? 40 x2 bar is equal to 6500 minus 4200, which is equal to 2300. And what is x2 bar? Therefore x2 bar is equal to 2300 divided by 40 എന്ന് വരുന്നു. And the answer is x2 bar നമുക്ക് കിട്ടാൻ പോകുന്നത് 57.5. x2 bar is equal to 57.5. അതാണ് നമ്മൾ കമ്പൈൻ മീൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുത്തത് x2 bar. ഇനി അടുത്തതായിട്ട് നമുക്ക് സിഗ്മ 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കമ്പൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല എഴുതാം. അപ്പോൾ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇതാണ് കമ്പൈൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല, സിഗ്മയുടെ ഫോർമുല. അപ്പോൾ നമുക്ക് സിഗ്മ സ്ക്വയറിൻ്റെ ഫോർമുലയായിട്ട് എഴുതാം, റൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്പൈൻ വേരിയൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ദറ്റ് ഈസ് n1 സിഗ്മ 1 സ്ക്വയർ പ്ലസ് n2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് n1 d1 സ്ക്വയർ പ്ലസ് n2 d2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2. ഇങ്ങനെ നമുക്ക് ഫോർമുലേനെ മാറ്റി എഴുതാം. ഇപ്പോൾ ഇവിടെ നമുക്ക് n1 സിഗ്മ 1 സ്ക്വയർ എല്ലാം അറിയാം, n2 അറിയാം, സിഗ്മ 2 സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ നമുക്കിവിടെ അറിയാത്ത രണ്ട് കാര്യങ്ങൾ d1 സ്ക്വയർ d2 സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ d1 ഇസ് ഈക്വൽ ടു എക്സ് ബാർ മൈനസ് x1 ബാർ, ഇവരുടെ ഡിഫറൻസ് മതി അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ 65 ആണ് എടുത്തിരിക്കുന്നത്, 65 മൈനസ് 70. ഇപ്പോൾ d1 എന്ന് പറഞ്ഞാൽ -5 വരും, കുഴപ്പമില്ല, നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായാലും 25 എന്നാണ് വരാൻ പോകുന്നത് അല്ലേ. അതുമാതിരി d2 കണ്ടുപിടിക്കണം. d2 ഈസ് എക്സ് ബാർ മൈനസ് x2 ബാർ അല്ലേ. എക്സ് ബാർ ഇസ് ഈക്വൽ ടു 65 മൈനസ് x2 ബാർ എന്ന് പറഞ്ഞത് നമുക്ക് കിട്ടിയത് 57.5 ആയിരുന്നു. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പം 7.5 എന്നും കിട്ടി. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം. പിന്നെ നമുക്ക് അറിയുന്നത് സിഗ്മ 1 സ്ക്വയറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സിഗ്മ 1 3 എന്നാണ് തന്നിരിക്കുന്നത്. സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്നത് 7 എന്നാണ്. സോറി, സിഗ്മ 1 ഇസ് ഈക്വൽ ടു സിഗ്മ 1 ഇസ് ഈക്വൽ ടു 7 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ സ്ക്വയറാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തെഴുതാം? 49. 49 ഇസ് ഈക്വൽ ടു n1 ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ അല്ലേ. അപ്പോൾ n1 ഇസ് ഈക്വൽ ടു 60. 60 ഇൻറ്റു സിഗ്മ 1 സ്ക്വയർ, സിഗ്മ 1 സ്ക്വയർ ഇസ് 3 സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു n2 ഈസ് 40 ഇൻറ്റു സിഗ്മ 2 സ്ക്വയർ, അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്, പ്ലസ് n1 ഇൻറ്റു n1 ഇസ് 60, 60 ഇൻറ്റു -5 സ്ക്വയർ പ്ലസ് n2 ഇൻറ്റു 40 ഇൻറ്റു 7.5 സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 ദറ്റ് ഈസ് 100. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 60 ഇൻറ്റു 3 സ്ക്വയർ വരും. അപ്പോൾ 540 വരും, സോറി 540 പ്ലസ് ദിസ് ഇസ് 40 സിഗ്മ 2 സ്ക്വയർ പ്ലസ് 60 ഇൻറ്റു 25 എന്നിവിടെ വരുന്നു, 60 ഇൻറ്റു 25 എന്നിവിടെ വരുന്നുണ്ട്. അപ്പോൾ 1500 പ്ലസ് 40 ഇൻറ്റു 7.5 സ്ക്വയർ വരുന്നുണ്ട്, 2250 ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 100 ദറ്റ് ഈസ് ഈക്വൽ ടു 49 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 100നെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പം this can be written as 49
into 100 അല്ലേ. അപ്പോൾ 4900 is equal to, that can be written as 540 plus 1500, അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 540 plus 1500 plus 2250. അപ്പോൾ അതിനെ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് 4290 എന്ന് വരുന്നു, പ്ലസ് 40 സിഗ്മ 2 സ്ക്വയർ എന്ന് വരുന്നു. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ്, അല്ലെങ്കിൽ 40 സിഗ്മ 2 സ്ക്വയർ ക്യാൻ ബി റിട്ടൺ ആസ് 4900 മൈനസ് 4290, അല്ലേ, which is equal to 610. Or sigma 2 square is equal to 610 divided by 40, which is equal to 15.25. And sigma 2 is equal to root of 15.25, which is equal to 3.90. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. A variable takes values a, ar, ar square, etc. ar raised to n minus 1, each with unit frequencies. If a, g, h are respectively the arithmetic mean, geometric mean and harmonic mean, then show that g square is equal to a into h. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് എ, എ ആർ സ്ക്വയർ എക്സെട്ര. അതായത് എക്സ് വാല്യൂസ് ആർ എ ആർ സ്ക്വയർ എക്സെട്ര ആർ റേസ് ടു എൻ മൈനസ് 1. അപ്പോൾ നമുക്ക് ഈ വാല്യൂസിൻ്റെ എർത്തമാറ്റിക് മീൻ എന്താ നോക്കാം, ജോമെട്രിക് മീൻ എന്താണ് നോക്കാം, ഹാർമോണിക് മീൻ എന്താ നോക്കാം. അപ്പോൾ ഇവരുടെ എർത്തമാറ്റിക് മീനാണ് നോക്കുന്നത്. എർത്തമാറ്റിക് മീൻ എ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ. എ ഇസ് ഈക്വൽ ടു എർത്തമാറ്റിക് മീൻ, ദറ്റ് ഈസ് എക്സ് ബാർ. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, സമ്മേഷൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഇവരെല്ലാവരെയും നമ്മൾ ആഡ് ചെയ്തിട്ട് എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1/n ഇൻറ്റു, ഞാനിവരെ സമ്മ് ചെയ്യാണ്, എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ എക്സെട്ര പ്ലസ് എ ആർ റേസ് ടു എൻ മൈനസ് 1. ദിസ് ഇസ് ഈക്വൽ ടു, ഇതിലെല്ലാം എ എന്ന് പറയുന്നത് കോമൺ ഫാക്ടറാണ്. എനെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ a/n ഇൻറ്റു ബാക്കി വരുന്ന എന്താ നോക്കാം, 1 പ്ലസ് ആർ സ്ക്വയർ എക്സെട്ര പ്ലസ് ആർ റേസ് ടു എൻ മൈനസ് 1 എന്നാണ് വരുന്നത്, അല്ലേ. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഇവരുടെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവരെ നോക്കുമ്പോൾ നോക്കൂ, ആദ്യം 1 വന്നിട്ടുണ്ട്, പിന്നെ 1നെ ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക ആർ, പിന്നെ വീണ്ടും ആർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു ആർ സ്ക്വയർ, അങ്ങനെയാണ് പോകുന്നത്. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ദിസ് ഇസ് എ ജി പി, അത് സം ഓഫ് എ ജി പി ആണ്, ജോമെട്രിക് പ്രോഗ്രഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എ ആണ് ഫസ്റ്റ് ടേം എങ്കിൽ എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. ഇതാണ് ജോമെട്രിക് മീനിൻ്റെ സമ്മ് കാണാനുള്ള ഫോർമുല. അപ്പോൾ ഈ ജോമെട്രിക് മീനിൻ്റെ സ്ഥാനത്ത് എ എന്ന് വന്ന സ്ഥാനത്ത് നമുക്കിവിടെ വന്നിരിക്കുന്നത് 1 ആണ്. ആറിൻ്റെ സ്ഥാനത്ത് എന്താ വന്നിരിക്കുന്നത്, 6 തന്നെ, അല്ലേ. അപ്പോൾ നമുക്ക് ഈ ജോമെട്രിക് മീനിൻ്റെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് a/n, അതെഴുതി, ഇൻറ്റു സമ്മ് എന്ന് പറഞ്ഞാൽ എയുടെ സ്ഥാനത്ത് 1 ആണ് വരുന്നത്, 1 ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. അപ്പോൾ ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്, നമ്മളുടെ ജോമെട്രിക് എർത്തമാറ്റിക് മീനായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എർത്തമാറ്റിക് മീൻ ഇസ് a/n ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഈ നമ്പേഴ്സിൻ്റെ ജോമെട്രിക് മീൻ എന്താണ് നോക്കാം. അപ്പോൾ ജോമെട്രിക് മീൻ കാണാൻ വേണ്ടി, ജോമെട്രിക് മീൻ ഇവിടെ ജി കൊണ്ട് ഡിനോട്ട് ചെയ്യണം. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല, ഇപ്പം നമ്മളടുത്തുള്ള വേരിയബിൾസ് വാല്യൂസ് x1 ആണ്, x2 എക്സെട്ര xn ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവരെല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അവരുടെ nth റൂട്ടാണ് നമ്മൾ കാണുക. nth റൂട്ട് ഓഫ് ദി
പ്രോഡക്റ്റ് ഓഫ് ദി ഒബ്സർവേഷൻസ്. ഇങ്ങനെയാണ് നമ്മൾ ജോമെട്രിക് മീൻ കാണുക. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, x1 ഇൻറ്റു x2 ഇൻറ്റു എക്സെട്ര xn ഇവരുടെ പ്രോഡക്റ്റ് കാണുക, എന്നിട്ട് nth റൂട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഹോൾ റേസ് ടു 1/n അല്ലേ. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മളുടെ ഒബ്സർവേഷൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എ ഉണ്ട്, ഇൻറ്റു എ റേസ് ടു ആർ ഇൻറ്റു എ റേസ് ടു ആർ സ്ക്വയർ എക്സെട്ര എ റേസ് ടു ആർ റേസ് ടു n മൈനസ് 1. ഇങ്ങനെയാണ് നമ്മളുടെ ഒബ്സർവേഷൻസ് വരുന്നത്. അവരെ പ്രോഡക്റ്റ് കാണുന്നു, എന്നിട്ട് പവറിൽ 1/n ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ പ്രോഡക്റ്റ് കാണുമ്പം എല്ലാ പ്രോഡക്റ്റ് എടുത്ത എല്ലാ ടേമുകളിലും എ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ n ടേംസ് ആണുള്ളത്, n ടേമുകളിലും എ ഉണ്ട്. അപ്പോൾ എനെ നമ്മൾ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ എനിക്ക് എ റേസ് ടു n എന്ന് കിട്ടി. അതിനുശേഷം ഈ ആറിൻ്റെ ടേംസ് ആണ് നോക്കുന്നത്. ആറിൻ്റെ ടേംസ് ഇവിടെ ആറിൻ്റെ പവർ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, എക്സെട്ര n മൈനസ് 1 ഉണ്ട് അല്ലേ. അപ്പോൾ ആർ റേസ് ടു 1 ഇൻറ്റു ആർ റേസ് ടു 2 ഇൻറ്റു ആർ റേസ് ടു 3 അങ്ങനെ പോയിട്ട് ലാസ്റ്റ് ടേമാണ് ആർ റേസ് ടു n മൈനസ് 1 വരുന്നത്. ആൻഡ് ഇവരുടെ ഹോൾ പവറിൽ എന്ത് വരുന്നു, 1/n എന്ന് വന്നിരിക്കുന്നു. ദിസ് ഇസ് ഈക്വൽ ടു എ റേസ് ടു n ഇൻറ്റു ആറിൻ്റെ പവേഴ്സ് നോക്കുമ്പം ആറിൻ്റെ പവേഴ്സിൽ ആരൊക്കെ വരുന്നത്, 1 മുതൽ n മൈനസ് 1 വരെയുള്ള ടേമുകളുടെ സമ്മാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ആറിൻ്റെ പവറിൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആറിൻ്റെ പവറിൽ വന്നിരിക്കുന്ന ടേംസ് സം ഓഫ് ഫസ്റ്റ് n മൈനസ് 1 നാച്ചുറൽ നമ്പേഴ്സാണ്. ഫസ്റ്റ് n മൈനസ് 1 നാച്ചുറൽ നമ്പേഴ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്, ആറിൻ്റെ പവറിൽ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ ഫോർമുല n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇവിടെ n മൈനസ് 1 നാച്ചുറൽ നമ്പേഴ്സ് വന്നതുകൊണ്ട് ഫോർമുല എന്തായിരിക്കും, n മൈനസ് 1 അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് n ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും ഫോർമുല വരും. അപ്പോൾ ഇവിടുന്ന് ആ ഫോർമുല വന്നത് നമുക്ക് സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് അറിയാം, n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. ആ നമ്പറിനോട് 1 കൂട്ടണം, ഡിവൈഡഡ് ബൈ 2. അതായത് ഇവിടുത്തെ നമ്പർ n മൈനസ് 1 ആണ്, അതിനോട് 1 കൂട്ടിയപ്പോഴാണ് n കിട്ടിയത്. അപ്പോൾ n മൈനസ് 1 ഇൻറ്റു n ഡിവൈഡഡ് ബൈ 2 അതാണ് ഇവിടെ പവറിൽ വരാൻ പോകുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി റിട്ടേൺ ആസ് എ റേസ് ടു n ഇൻറ്റു ആർ റേസ് ടു ആറിൻ്റെ പവറിൽ n മൈനസ് 1 ഇൻറ്റു n ഡിവൈഡഡ് ബൈ 2 ഹോൾ റേസ് ടു 1/n എന്നാണ് വന്നിരിക്കുന്നത്. അതായത് 1/n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് മാറ്റിക്കഴിഞ്ഞാൽ എ റേസ് ടു n ഇൻറ്റു 1/n എ എന്ന് വരുന്നു. അതുമാതിരി ആർ റേസ് ടു n മൈനസ് 1 ഇൻറ്റു n ബൈ 2 ഇൻറ്റു 1/n ഒരു എന്നും എന്നും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആറിൻ്റെ പവറിൽ ആരാ വരാൻ പോകുന്നത്, ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ജോമെട്രിക് മീന് കിട്ടുന്നത്. അപ്പോൾ നമ്മളത് അവിടെ എടുത്തു വെച്ചു, എ ഇൻറ്റു ആർ റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട അടുത്ത ആൾ ഹാർമോണിക് മീനാണ് അല്ലേ. ഹാർമോണിക് മീൻ ഇവിടെ h കൊണ്ടാണ് ഡിനോട്ട് ചെയ്തത്. അപ്പോൾ n നമ്പേഴ്സിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ n ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1/x ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ n ഒബ്സർവേഷനാണ്, ഡിവൈഡഡ് ബൈ അവരുടെ റെസിപ്രോക്കലുകളുടെ സമ്മാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ റെസിപ്രോക്കലുകൾ എന്ന് പറഞ്ഞാൽ 1/a പ്ലസ് 1/ar പ്ലസ് 1/ar സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 1/ar റേസ് ടു n മൈനസ് 1 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് n ഡിവൈഡഡ് ബൈ, ഞാൻ ആദ്യം 1/a എല്ലാത്തിലും കോമൺ ഫാക്ടറാണ്, 1/aനെ ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ 1/aനെ പുറത്തേക്ക് എടുത്താൽ അവിടെ എന്താ വരിക, 1 പ്ലസ് 1/r പ്ലസ് 1/r സ്ക്വയർ എക്സെട്ര 1/r റേസ് ടു n മൈനസ് 1 എന്ന് വരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ n ഡിവൈഡഡ് ബൈ 1/a എന്നല്ലേ, അപ്പോൾ ആ എനെ ന്യൂമറേറ്ററിലേക്ക് എടുത്തെഴുതുന്നു NA ഡിവൈഡഡ് ബൈ താഴെ വരുന്ന ടേംസ്, ഈ ബ്രാക്കറ്റിൽ വന്ന ടേംസ് മാത്രമായിരിക്കും. ഇപ്പം ഇതിന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 1/r റേസ് ടു n മൈനസ് 1നെ പുറത്തേക്ക് എടുത്തു. 1/r റേസ് ടു n മൈനസ് 1നെ പുറത്തേക്ക് എടുത്തു. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1ന് എന്ത് സംഭവിക്കും അല്ലേ, ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് എന്ത് വരും, r റേസ് ടു n മൈനസ് 1 എഴുതണം. കാരണം എന്നാലേ ഇത് ബ്രാക്കറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ എന്ത് വരുള്ളൂ, 1 വരുള്ളൂ. പ്ലസ്
ഇവിടെ ഒരു 1/r ഉണ്ട്. അതിൽ നിന്നാണ് ഞാൻ അതിനെക്കാട്ടും വലിയ 1/r⁻n−1 ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് വന്നിട്ടുണ്ടാവും? r⁻n−2 വന്നിട്ടുണ്ടാവും. അങ്ങനെ പോയിട്ട് ടേമുകൾ 3 + 2 + ലാസ്റ്റ് ടേം 1 എന്ന് വന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവും. അതായത് 1/r⁻n−1 ഇവിടുന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന ടേമുകൾ നോക്കൂ. 1 + 2 + 3 + etc. r⁻n−1 എന്ന് വന്നിരിക്കുന്നു. ഇതെന്താണ്? ഇതൊരു ജി പിയുടെ സമ്മാണ്. നമ്മൾ മുമ്പ് എഴുതിയ പോലെ സം ഓഫ് എ ജി പി ആണ് ഇത്. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്താണ്? 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r എന്ന് നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാൻ പറ്റുന്നു. ദിസ് ഇസ് ഈക്വൽ ടു ഹാർമോണിക് മീൻ എച്ച് ഇസ് ഈക്വൽ ടു എൻ എ. പിന്നെ ഞാൻ 1/r⁻n−1 മുകളിലേക്ക് എഴുതുകയാണ്. r⁻n−1 ന്യൂമറേറ്ററിലേക്ക് കൊണ്ടെഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്നത് 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r. ഇതാണ് നമുക്ക് ജോമെട്രിക് മീൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ റിലേഷൻ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് എർത്തമാറ്റിക് മീൻ കിട്ടിയത് എന്ന് എഴുതി. എ ഇസ് ഈക്വൽ ടു എർത്തമാറ്റിക് മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് എ ഇൻറ്റു 1 - r⁻n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 1 - r. ഇതാണ് നമുക്ക് എ കിട്ടിയിരിക്കുന്നത്. ഹാർമോണിക് മീൻ എച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഹാർമോണിക് മീൻ എന്ന് പറയുന്നത് n a r⁻n−1 ഡിവൈഡഡ് ബൈ 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. ആൻഡ് ജോമെട്രിക് മീൻ ജി വന്നിരിക്കുന്നത് ar⁻n−1 ഡിവൈഡഡ് ബൈ 2 എന്ന്. നമുക്കപ്പം എ ഇൻറ്റു എച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അത് g² വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. വട്ട് ഈസ് എ ഇൻറ്റു എച്ച്? എ ഇൻറ്റു 1 - r⁻n ഡിവൈഡഡ് ബൈ n ഇൻറ്റു 1 - r. അത് എ ആണ്. ഇൻറ്റു എച്ച്. എച്ച് ഇസ് n a r⁻n−1 ഡിവൈഡഡ് ബൈ 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r. ഇത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ടേമുകളാണ് നമുക്ക് കിട്ടിയത്. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കോമൺ ആയ ടേമുകളെ ക്യാൻസൽ ചെയ്ത് കളയാം. ഒന്നാമത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ n ആണ് അല്ലേ. ഇവിടെയുള്ള n-ഉം ഇവിടെയുള്ള n-ഉം ക്യാൻസലായിപ്പോയി. അതുമാതിരി 1 - r⁻n ഡിവൈഡഡ് ബൈ 1 - r-ഉം 1 - r⁻n ഡിവൈഡ് ബൈ 1 - r-ഉം ക്യാൻസലായിപ്പോയി. അപ്പോൾ ബാക്കി വരുന്നത് എന്താണ്? എ ഇൻറ്റു എ, ഒരു a² വരുന്നു. പിന്നെ ബാക്കിയുള്ളത് r⁻n−1 ആണ്. അപ്പോൾ എ ഇൻറ്റു എച്ച് എന്ന് ചെയ്തപ്പോൾ കിട്ടിയത് a² r⁻n−1. ഇനി g² ചെയ്യുമ്പോൾ എന്ത് കിട്ടാം എന്ന് നോക്കാം. g² ഇസ് ഈക്വൽ ടു a r⁻n−1